യോഗം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യായ അഡ്വക്കേറ്റ് ബീന വിൻസെന്റ്, യോഗത്തിൽ സംബന്ധിക്കുന്ന ജയ് ജനസേവ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളായ നെല്ലിക്കോട് സിബി, ഇരുമ്പൽ രാജൻ, ശ്രീ കട്ടക്കോട് ഡെനിൽകുമാർ, ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനിയായ മുകൾ ശ്രീമതി അജിത, ഈ നാടുകളിൽ ഈ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ടവരായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ അലക്സ് നാമ്പഴ, ശ്രീമതി ബീന മഞ്ഞ, പ്രിയപ്പെട്ട ബെനി മാത്യു, ഗാന്ധിഭവനിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സാന്നിധ്യം കൊണ്ട് ധന്യതയാകുന്ന ഈ വേദിയിൽ ഉപകാരങ്ങൾ സ്വീകരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കട്ടെ. ജയ് ജനസേവ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് ഗാന്ധി ഭവനിൽ നടക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഒരു നാടിൻ്റെ പുരോഗതി, ഒരു സമൂഹത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുകയും അവരുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴും അത്തരത്തിൽ ഈ നാടുകളിൽ ഒട്ടനവധി സംരംഭങ്ങളും പ്രവർത്തനങ്ങളും നമ്മളൊക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉത്തമ ഉദാഹരണമായിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണ് ഇന്ന് നാം ഇവിടെ നിലനിൽക്കുന്നത്. പത്തനാപുരം ഗാന്ധി ഭവന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വാളകം ഗാന്ധി ഭവൻ, ആ വീട് തന്നെ ഇത്തരം പ്രവർത്തനത്തിന് തിരഞ്ഞെടുത്ത ജനസേവാ പ്രവർത്തകരെ ആദ്യം തന്നെ അനുമോദിക്കണം. ഏത് പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും, ഏത് സംഘടനകൾ അതിന്റെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോഴും അതിനെ സഹായിക്കാൻ, അതിനെ വിമർശിക്കാനും നമ്മുടെ നാട്ടിൽ ആളുകളുണ്ടാകും. നമ്മൾ കാര്യം മനസ്സിലാക്കണം, നമുക്ക് ജീവിതത്തിൽ വളരെ കുറച്ച് സമയം മാത്രമാണ്. അപ്പൊ ഈശ്വരൻ കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു, അത് കുറച്ച് സമ്പത്തായി ഏൽപ്പിക്കുന്നു. ആ സമ്പത്ത് നമ്മുടെ വക്കീൽ പറഞ്ഞതുപോലെ അത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കാതെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന, നമ്മളോടൊപ്പം ജീവിക്കുന്ന സഹോദരങ്ങൾക്ക് കൂടി വീതം വെച്ച് നൽകുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത്. ഈ സമ്പത്ത് എന്നുള്ളത് നമ്മുടെ പിതാക്കന്മാർ അതിനെ പറഞ്ഞിരിക്കുന്നത് ചക്രം എന്നായിരുന്നു. ഈ ചക്രം എന്ന് പറയുന്നതിന് ഒരു സ്വഭാവമുണ്ട്, അത് ചലിച്ചുകൊണ്ടിരിക്കും. അത് ചലിക്കാതെ എവിടെ നിൽക്കുന്നോ, അത് സ്റ്റക്കായി നിൽക്കുന്നോ അവിടെ ഉയർച്ച ഉണ്ടാകില്ല. ഇവിടെ ബീന പറഞ്ഞപ്പോൾ ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. യഥാർത്ഥത്തിൽ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും മറ്റുള്ളവരുടെ വേദനയിൽ കൂടെ നിൽക്കുന്നവരും ഒക്കെ ആരാണ് എന്നുള്ളത് ആ വേദന നന്നായി മനസ്സിലായവർക്ക് മാത്രം. വിശപ്പ് നമ്മളിവിടെ സ്ഥിരം കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആഹാരം കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ആഹാരം കൊടുക്കുന്നവർ ആ ആഹാരത്തിന്റെ വില അറിയാവുന്നവരാണ്, വിശപ്പ് എന്താണെന്ന് അറിഞ്ഞവരാണ്. അവർക്കേ ആ വികാരത്തെ കുറിച്ച് കൂടുതൽ അറിയുവാൻ സാധിക്കും. അത്തരത്തിൽ ഏത് വേദന കൂടുതൽ അനുഭവിച്ചുവോ ആ വേദന മറ്റുള്ളവർക്ക് ഉണ്ടാകുമ്പോൾ ആ വേദനയെ ദൂരെ അകറ്റി നിർത്തുവാൻ ആര് ശ്രമിക്കുന്നുവോ അവർക്ക് ആ വേദന ഉണ്ടായിട്ടുള്ളവർ അനുഭവത്തിൽ നിന്നാണ് അത്തരത്തിൽ വരുന്നത്. നമ്മൾ ഈ നാടുകളിൽ ഭവനം ഇല്ലാത്ത നിരവധി പേർക്ക് ഈ പ്രദേശത്ത് ഭവനങ്ങൾ വെച്ചു. ഏറ്റവും കൂടുതൽ ശ്രീ അലക്സ് നാമ്പഴ അദ്ദേഹത്തിന്റെ വസ്തുവിൽ തന്നെ ഭവനം വെച്ചു. ഒരു വീട് ഇല്ലാത്തവർ, അന്തിമുണ്ടാകുന്ന വീടില്ലാത്തവരുടെ വേദന അനുഭവിച്ചവർക്ക് അത് മനസ്സിലാകും. വസ്ത്രമില്ലാതെ മാനസികമായി വേദനിച്ചവർക്ക് മാത്രമേ മറ്റൊരാളുടെ വസ്ത്രം ഇല്ലായ്മയെ കുറിച്ച് പറയുവാൻ സാധിക്കൂ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പിന്നിൽ നിന്ന് പിടിക്കുവാൻ നമ്മെ വിമർശിക്കുന്നുണ്ടാണ്. നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവർ അത് ചിലപ്പോൾ തിരിച്ചു തന്നൊന്നും വരില്ല. നമ്മളൊക്കെ ഈ നാടുകളിൽ ഒട്ടനവധി പേരെ സ്നേഹിച്ചിട്ടുണ്ട്. എന്നാൽ ആ സ്നേഹം നമ്മൾ നൽകിയവരിൽ നിന്ന് തിരിച്ച് നാം പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ നമ്മുടെ വക്കീൽ പറഞ്ഞതുപോലെ പലരുടെയും ഹൃദയങ്ങളിൽ ജീവിക്കുവാൻ നമ്മുടെ സമൂഹം നമ്മളെ കുറിച്ച് ഓർക്കുമ്പോൾ, നാളെ നമ്മളെ കുറിച്ച് നല്ലത് പറയാം,
നമ്മൾ സ്നേഹിച്ചവരായിരിക്കണമെന്നില്ല, ആ കാഴ്ചകൾ കണ്ടവരായിരിക്കും, അവരുടെ ഹൃദയങ്ങളിലായിരിക്കും നാം ജീവിക്കുന്നത് എന്നുള്ളതിന് ഒരു സംശയമില്ല. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ജയ് ജനസേവ ഫൗണ്ടേഷൻ തിരുവനന്തപുരം ആസ്ഥാനമാക്കി 2020 സ്ഥാപിതമായ ഈ പ്രസ്ഥാനം വാളകം ഗാന്ധി ഭവനിലേക്ക് എത്തുകയും ഗാന്ധി ഭവന്റെ പ്രവർത്തനങ്ങളോടും ഇവിടെയുള്ള പ്രിയപ്പെട്ടവരോടും ചേർന്ന് നിൽക്കുമ്പോൾ അത് ഏറ്റവും മഹത്തരമായ സമൂഹം അംഗീകരിക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ കാണുന്നത്. ഈ പരിപാടിയിൽ ഞങ്ങളെ കൃഷ്ണയും യഥാർത്ഥത്തിൽ എവിടെ ഒരു ചാരിറ്റി പ്രവർത്തനമുണ്ടോ ആ പ്രവർത്തനങ്ങളിലെല്ലാം ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന മുഖങ്ങളാണ് ഈ വേദിയിൽ ഇരിക്കുന്നതൊക്കെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എവിടെ ഒരു സമൂഹത്തിന് വേണ്ടി ഇത്തരം ഒരു വീട് വെച്ചാലോ, ആഹാരം കൊടുക്കുന്ന പരിപാടിയിലോ, വസ്ത്രം കൊടുക്കുന്ന പരിപാടി ആയിക്കോട്ടെ, അതിലെല്ലാം ഈ ഒരറ്റം മുതൽ പറഞ്ഞു തുടങ്ങിയാൽ, അല്ലെങ്കിൽ ബിനുമാത്യു, അലസ്നാത്യു, ബീനാമനാക്കെ പറഞ്ഞു തുടങ്ങിയാൽ അവരെല്ലാം നമ്മുടെ ഇന്ന് ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് ബീന വിൻസെന്റ് എനിക്ക് വളരെ വർഷങ്ങൾക്കായി അറിയാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ശ്രീ വിൻസെന്റ്. ഈ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പേ ഞങ്ങൾ ആത്മാർത്ഥങ്ങളാണ്. അത് മാത്രമല്ല, അഡ്വക്കേറ്റ് ബീന വിൻസെന്റിന്റെ സഹോദരി സിസ്റ്റർ അജയ് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ആണ് സിസ്റ്റർ അജയ്. ഈ കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ റേഷൻ കാർഡ് സംബന്ധമായ കാര്യങ്ങളിൽ കൊട്ടാരക്കരയിൽ എത്തുകയും ഇത്തരം പ്രവർത്തനങ്ങൾ കുരിയോട്ട് ഒരു ഇതേപോലെ ഒരു സ്ഥാപനമുണ്ട്, കുട്ടികൾ താമസിക്കും. അവിടെയൊക്കെ നമ്മുടെ നാടുകളിൽ പല ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിനുവേണ്ടി നന്നായി പ്രവർത്തിക്കും. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവര് കുടുംബമായിട്ട് ഈ ഒരു പ്രവർത്തനങ്ങളിൽ എനിക്ക് താല്പര്യമാണല്ലോ. അപ്പം ആ സിസ്റ്ററിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഒരു 6-7 വർഷം മുമ്പ് ഞാൻ സിസ്റ്ററെ പരിചയപ്പെട്ടു. സിസ്റ്റർ അങ്ങനെ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എവിടെ ഒരു അവസരം കിട്ടിയാൽ അവിടെ ഓടിയെത്തി അങ്ങനെ ചെയ്തു. അപ്പം അത്തരം പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്നവരെല്ലാം ഒന്നു ചെയ്യും. പക്ഷെ അവരെ വിമർശിക്കാൻ നമ്മുടെ സമൂഹം ചിലപ്പോഴുണ്ടാകും. നമ്മൾ എവിടെ പ്രവർത്തനമുണ്ടോ അവിടെ വിമർശനമുണ്ട്. പക്ഷെ ആ വിമർശനത്തെ നോക്കി നമ്മൾ പിന്നോട്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. വിമർശിക്കുന്നവർ വിമർശിക്കും, പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ജയ് ജനസേവ ഫൗണ്ടേഷൻ ഈ നാളുകളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക നന്മകൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാ ഭാവുകങ്ങളും പ്രാർത്ഥനകളും നേരുവാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നെങ്കിൽ നമ്മളെല്ലാം ഈ കഴിഞ്ഞ കോവിഡ് കാലങ്ങളിലും മറ്റു സമയങ്ങളിലും ഒക്കെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടായിരിക്കാം ഞങ്ങളെയൊക്കെ ഈ പരിപാടികളിൽ സ്ഥിരം വിളിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സംതൃപ്തിയും സന്തോഷവും ഒരുപാട് പേർ നമ്മളെ ചേർത്ത് നിർത്തി നമ്മളോട് പറയാറുണ്ട്, വളരെ രഹസ്യമായി പറയാറുണ്ട്. ഈ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു വാക്കായിരിക്കാം ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എനർജി. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുവാൻ ഒരിക്കലും ആരുടെയും വാക്കുകൾ കൊണ്ട് നമ്മൾ പുറകോട്ട് പോകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഓരോ ദിവസവും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വേദനകൾ. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ വന്ന ഒരു പേഷ്യനെ കുറിച്ചാണ് ഞാൻ പെട്ടെന്ന് നോക്കുന്നത്. തിരുവനന്തപുരം RCC ചികിത്സയ്ക്ക് പോകുന്ന ഒരു പേഷ്യൻ, നമ്മളെ തൊട്ടടുത്തുള്ള ഒരാൾ. അദ്ദേഹത്തിന്റെ 1 മാസത്തെ മരുന്നിന് ആ ഒരു ബോട്ടിൽ, ഞാൻ ഫോട്ടോ എടുത്തു, 15,500 രൂപ ഒരു ബോട്ടിൽ ടാബ്ലറ്റ്. ആ മനുഷ്യനത് വാങ്ങാനൊരു മാർഗം. കഴിഞ്ഞ 9 മാസമായിട്ട് അദ്ദേഹം ആ മരുന്ന് കഴിക്കും. ആ 9 മാസമായിട്ടും അത് മുടങ്ങാതെ കഴിക്കും. ഞാൻ ആ കമ്പനിയെ ഡയറക്റ്റ് ബന്ധം, അവര് ഹൈദരാബാദിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു മെഡിസിന്റെ കമ്പനിയാണ്. നമ്മൾ അവരോട് ഇതെല്ലാം സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു 8,700 രൂപയ്ക്കകത്ത് ആ മെഡിസിൻ എത്തിച്ചു തരാം. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഈ മേഖലയിലൊക്കെ ഉള്ള ചൂഷണം നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഉണർത്ത് പ്രവർത്തിക്കാത്തതുകൊണ്ടുള്ള വിഷമം. ഓരോ മാസവും ഒരു ടാബ്ലറ്റ് കഴിക്കണമെങ്കിൽ 15,000 രൂപ ഒരു സാധു മനുഷ്യൻ വേണം, ക്യാൻസർ പേഷ്യന്റ്. അപ്പൊ അത്രത്തോളം വേദനിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ.
അത്തരം പ്രവർത്തികളിൽ നമ്മൾ ജാഗരൂകരായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് ഒരു അംഗീകാരം ലഭിച്ചില്ലെങ്കിലും ഈശ്വരൻ നിന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തിനുള്ളിൽ നമ്മളുടെ നിഷ്കളങ്കത ഉണ്ടാകും. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ ഉണ്ടാകും. ആ രീതിയിൽ മറ്റുള്ളവർ ഹൃദയങ്ങളിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ജയ് ജനസേവ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ ഈ നാളുകളിൽ നന്നായി മുന്നോട്ട് പോകട്ടെ. എല്ലാ ഭാഗങ്ങളും ആശംസകളും നേരുകയും ഈ പരിപാടി ഒരേപോലെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.